നമ്മുടെ നിസ്സംഗതയ്ക്ക് തിരുവനന്തപുരത്ത് ഒരു രക്തസാക്ഷി. പോലീസിന്റെയും ആശുപത്രി അധികൃതരുടെയും പൊതുജനത്തിന്റെയും നിഷ്ക്രിയതയ്ക്ക് ഒരു രക്തസാക്ഷി. കൊല്ലം കരുനാഗപ്പള്ളി സ്വദേശി രാജീവ് ഗോപാലകൃഷ്ണനാണ് 1 മണിക്കൂറോളം ചികിത്സ കിട്ടാതെ പെരുവഴിയിൽ കിടന്നത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലും രാജീവിന് മതിയായ ചികിത്സ കിട്ടിയില്ല. 3.5 മണിക്കൂർ നീണ്ട അനാസ്ഥയ്ക്കൊടുവിൽ വൈകുന്നേരം 5 മണിയോടെ മെഡിക്കൽ കോളേജിൽ വെച്ച് രാജീവ് മരിച്ചു. ഉച്ചയ്ക്ക് 1:15 ദാരുണ സംഭവത്തിന് തുടക്കമായത്. വിദേശത്ത് പോകുന്നതിനായുള്ള മെഡിക്കൽ പരിശോധനയ്ക്കായാണ് രാജീവ് ഗോപാലകൃഷ്ണൻ തിരുവനന്തപുരത്തെത്തിയത്. അതിനിടെ കുറവങ്കോണം ജംഗ്ഷന് സമീപം കുഴഞ്ഞു വീണു. തുടർന്ന് പരസഹായമില്ലാതെ വഴിയിൽ കിടന്നത് 1 മണിക്കൂറോളം. പോലീസ് വാഹനങ്ങൾ അടക്കം ഇവിടെ എത്തി. പക്ഷേ ആരും തിരിഞ്ഞു നോക്കിയില്ലെന്ന് രാജീവിനെ ആശുപത്രിയിലെത്തിച്ച സുനീത് പറയുന്നു. എന്താ ചെന്ന് സംഭവിച്ചപ്പോൾ പോലീസുകാരുണ്ട്, അവരും നാട്ടുകാരും കുറച്ചുപേർ കൂടി നിൽപ്പുണ്ട്. ആള് കിടന്ന് വിറയ്ക്കുന്നു. എൻ്റെ സംഭവം അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേന് ആൾക്ക് എന്തോ BP ലോ ആയതാണോ, BP കൂടിയത്, അങ്ങനെ എന്തോ പറയുന്നുണ്ട്. പിന്നെ പരമാവധി നമ്മൾ ആംബുലൻസ് വിളിക്കാനും വണ്ടി കാണിക്കുന്നു, ആരും നിർത്തുന്നില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു പോലീസ് ജീപ്പ് വന്നു കഴിഞ്ഞിട്ട് പോലീസുകാരൻ നിർത്താതെ പോയി. നിർത്തി എന്താ സംഭവം അന്വേഷിച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞു പുള്ളി CIയെ പിക്ക് ചെയ്യാൻ പോവുകയാണ്, അതുകൊണ്ട് ഇപ്പം ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങൾ വേറെ വല്ല വണ്ടി വിളിക്കുന്നതിനായിട്ട് പുള്ളിയും പോയി. പിന്നെ ആംബുലൻസ് 100 വിളിച്ചു, 108 വിളിച്ചു. വന്ന വണ്ടി ഒന്നും ടാക്സിക്കാരൻ കൈ കാണിച്ചിട്ട് നിർത്തുന്നില്ല, ഒരു വണ്ടിയും കൈ കാണിച്ചിട്ട് നിർത്തുന്നില്ല. 1 മണിക്കൂറിന് ശേഷം അതുവഴി വന്ന മാധ്യമ സ്ഥാപനത്തിന്റെ വാഹനത്തിലാണ് രാജീവിനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിച്ചത്. ഇവിടെയും നടന്നത് ഗുരുതരമായ ചികിത്സാ നിഷേധം. അത്യാഹിത വിഭാഗത്തിൽ മാത്രമല്ല, ചികിത്സിച്ച ഡോക്ടർ പോലും പെരുമാറിയത് തികഞ്ഞ നിഷ്ക്രിയതയോടെ. സ്ട്രക്ചറിനായി കാത്തത് 1/2 മണിക്കൂർ. സ്കാൻ ചെയ്യാനും പുറത്തേക്കയച്ചു. ഇതിനായി ആംബുലൻസ് എത്തിയത് 3/4 മണിക്കൂർ വൈകി. ഈ മനുഷ്യൻ കിടന്ന് ഈ ശ്വാസം കിട്ടാതെ കിടന്ന് പെടുന്നുണ്ട്. കഴിഞ്ഞപ്പം ഡോക്ടറെ അടുത്ത് പോയി പറഞ്ഞു, ഡോക്ടർ ഒന്ന് നോക്കണം, എന്തോ സീരിയസ് ആയിട്ടപ്പം പറഞ്ഞു അതിലും വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ് പുള്ളി അവിടെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, ഇച്ചിരി കഴിയട്ടെ എന്നാണ് പുള്ളിയുടെ മറുപടി. ഒടുവിൽ മനസാക്ഷി മരവിച്ച മനുഷ്യ മനസ്സുകളോട് വിട പറഞ്ഞ് വൈകുന്നേരം 4:30 രാജീവ് അന്ത്യശ്വാസം വലിച്ചു. ക്യാമറമാൻ ബിബിൻ ബാബുവിനൊപ്പം G ശ്രീജിത്ത്, News 18, തിരുവനന്തപുരം. സുഗതകുമാരി ടീച്ചർ ടെലിഫോൺ ലൈനുണ്ട്. ടീച്ചർ, ഈ വാർത്ത ദുഃഖമുണ്ടാക്കുന്ന വാർത്ത താങ്കളും കേട്ട് കാണും. ഏത് നിലക്കാണ് പ്രതികരണം? എന്തുകൊണ്ടാണ് 1 മണിക്കൂറോളം നമ്മളാരും അദ്ദേഹത്തെ തിരിഞ്ഞു നോക്കാൻ തയ്യാറാകാതെ പോയിട്ടുണ്ടാവുക? നമുക്ക് എന്താണ് പറ്റിയിട്ടുണ്ടാവുക? ഈ മലയാളിക്ക് എന്ത് പറ്റിയെന്നുള്ള ഒരു ചോദ്യം കുറെ കാലമായി ഞങ്ങളൊക്കെ ചോദിക്കുകയാണ്. മലയാളിക്ക് മാത്രമല്ല, ഈ നമ്മുടെ ആളുകൾക്ക് മുഴുവനും പറ്റിയിരിക്കുന്നതാണ്. സ്വാർത്ഥത എന്നുള്ള ഒരൊറ്റ വാക്കാണ് നെറ്റിൽ എഴുതി പറ്റിച്ചിരിക്കുന്നത്. സ്വന്തം കാര്യം മാത്രം, 1 ഇഞ്ച് വിട്ടുകൊടുക്കാനോ ബാക്കിയുള്ളവർക്ക് വേണ്ടി ബുദ്ധിമുട്ടാനോ മനസ്സില്ല. എന്റെ ഉടുപ്പിൽ അഴുക്ക് പറ്റും, എനിക്കിത്തിരി മെനക്കേടാകും, അവിടെ ചെന്നാൽ കുറച്ച് കാത്തു നിൽക്കേണ്ടി വരും. ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷമങ്ങളുണ്ട്. അവർക്ക് ഒരാൾ വഴി കിടക്കുന്നുണ്ട, അവിടെ കിടക്കട്ടെ, അത് വേറൊരാൾ നോക്കട്ടെ. അത് എന്റെ ജോലിയല്ല, അതെല്ലാം അടുത്തുള്ളവന്റെ ജോലിയാണ്. എവിടെ എന്ത് കണ്ടാലും അത് മറ്റൊരാളുടെ ജോലിയാണ്. അതെല്ലാ രംഗത്തും ഇത് കാണുന്നുണ്ട്. മാറ്റിവെക്കുക, മറ്റുള്ളവരുടെ ചുമലിലേക്ക് ആക്കി കൊടുക്കുക. എനിക്കൊന്നുമില്ല, ഞാൻ യോഗ്യൻ, ഞാൻ മാന്യൻ, ഞാൻ കണ്ടില്ല, ഞാൻ മുഖം തിരിച്ച് നടന്നു പോകും, എന്റെ കാര്യം നോക്കാനുണ്ട് എനിക്ക് എന്ന് വിചാരിക്കുന്ന ഒരു വർഗമായിരിക്കുന്നു മലയാളി. അതുകൊണ്ട് ഇതിലൊന്നും എനിക്കിതൊന്നും കേട്ടാൽ യാതൊരു അത്ഭുതവുമില്ല. പോലീസ് അവിടെ പോയി. ഞാൻ തിരിച്ചു വരാം ടീച്ചർ, ഞാൻ തിരിച്ചു വരാം. ഇപ്പോൾ സുനിത് സുകുമാരൻ മാധ്യമപ്രവർത്തകനാണ്. അദ്ദേഹമാണ് ഇദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് എത്തിച്ചത്. ശ്രീ സുനിത് സുകുമാരൻ, മറ്റുള്ളവരുടെ കാര്യം ഈ പറയുന്ന പോലെ ഏതോ തരത്തിൽ സാമൂഹ്യമായിട്ടുള്ള നിസ്സംഗത ബാധിച്ചത് കൊണ്ട് ആളുകൾ ഒന്നും തിരിഞ്ഞു നോക്കിയില്ല. പക്ഷേ ഇക്കാര്യത്തിൽ ഇടപെടാൻ ബാധ്യതയുണ്ടായിരുന്ന ജനസേവകർ എന്ന നിലക്കുകൂടെയുള്ള ധർമ്മം അനുഷ്ഠിക്കേണ്ട പോലീസ് എന്തുകൊണ്ടാണ് ആ ഘട്ടത്തിൽ അങ്ങനെ പ്രതികരിച്ചിട്ടുണ്ടാവുക? എന്ന് വെച്ചാൽ ആ സമയത്തും കിടന്ന് പിടക്കുകയായിരുന്നു ഇദ്ദേഹമെങ്കിൽ പോലീസിന് അത് കാണാതെ മേലുദ്യോഗസ്ഥനെ പിക്ക് ചെയ്യാൻ പോകാൻ എങ്ങനെയാണ് സാധിച്ചിട്ടുണ്ടാവുക? ശരി, ഞാനൊരു കാര്യം ചോദിക്കുന്നത് ഇത് മാത്രമേ ഉള്ളൂ. അതായത് തിരുവനന്തപുരം നഗരം എന്ന് പറയുന്നത് മന്ത്രിമാരും ഉന്നത ഉദ്യോഗസ്ഥരും അടക്കം ഒരുപാട് ആളുകൾ ദിവസേന സഞ്ചരിക്കുന്ന പാതകളാണ് തിരുവനന്തപുരത്തെ റോഡുകൾ എന്ന് പറയുന്നത്. ആ റോഡിൽ ഒന്നിലാണ് ഈ ഒരു അപകടം ഉണ്ടായിരിക്കുന്നത്. ഏകദേശം 1 മണിക്കൂറടക്കം ഒരു തുള്ളി വെള്ളം പോലും കിട്ടാതെ ആ റോഡിൽ കുഴഞ്ഞു വേണ്ടി ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കേണു. അപ്പം ഒരുപാട് ആൾക്കാർ അതിലെ പാസ് ചെയ്തു പോയി. ഈവൻ ഈ പോലീസ് വണ്ടി അടക്കം അവിടെ വന്ന് നിർത്തി, ചവിട്ടി വണ്ടി നിർത്തി എന്താണ് കാര്യമെന്ന് അന്വേഷിച്ചിട്ടാണ് അവിടെ നിന്ന് പോയതെന്ന് ഓർക്കുമ്പോഴാണ് ഈ സർക്കാർ സംവിധാനങ്ങളോട് ഒരു പുച്ഛം തോന്നിപ്പോകുന്നത്.
കാരണം ഈ ഒരു അവസ്ഥ അവിടെ മാത്രമല്ല ഉണ്ടായത്, അത് കഴിഞ്ഞിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞിട്ടും അവിടുന്ന് നേരിട്ട് അവഗണന എന്ന് പറയുന്നത് ശരിക്കും ഒരു എന്തെങ്കിലും ഒരു അല്പസമയത്ത് നേരത്തെ എത്തിച്ചിരുന്നെങ്കിൽ പോലും ആ ഹോസ്പിറ്റലിൽ നിന്ന് ഒരു കൃത്യമായ രീതിയിൽ ഒരു ചികിത്സ നമുക്ക് കിട്ടിയിരുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആ മനുഷ്യൻ രക്ഷപ്പെട്ടനെ. എന്തുകൊണ്ടാണ് ഈ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ മാത്രം ഇത്തരം നികൃഷ്ടമായ രീതിയിൽ പെരുമാറുന്നതാണ് എനിക്ക് ഇപ്പോഴും സംശയം. തിരിച്ചു വരാം താങ്കളിലേക്ക്. മുൻ കൗൺസിലർ ശ്രീ GS ശ്രീകുമാർ നമ്മോടൊപ്പം സ്റ്റുഡിയോയിലുണ്ട്. ശ്രീകുമാർ, പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അദ്ദേഹം നേരത്തെ പറഞ്ഞതിലുള്ളത് 2 ആംബുലൻസുകൾ വിളിക്കുക പോലും ഉണ്ടായിട്ടുണ്ട്. സർക്കാർ സംവിധാനങ്ങൾ ഒന്നും തന്നെ നേരാവണ്ണം പ്രതികരിച്ചില്ല. പോലീസ് മാത്രമല്ല, ആംബുലൻസ് വിളിച്ച് കിട്ടാത്ത അവസ്ഥ തിരുവനന്തപുരം നഗരത്തിനകത്ത് 1 മണിക്കൂർ കിടക്കുകയും മരിക്കുകയും ചെയ്യേണ്ടി വന്നിരിക്കുന്നു ഒരു മനുഷ്യജീവിക്ക്. എന്ത് ഈ സർക്കാർ സംവിധാനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ സംവിധാനങ്ങൾക്ക് വരുന്ന പിഴവ് എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഈ കഴിഞ്ഞ കുറേ മാസങ്ങളായി തന്നെ ആരോഗ്യ മേഖലയിലുള്ള എല്ലാ സൗജന്യ സേവനങ്ങളും പൂർണ്ണമായും ഇല്ലാത്തൊരവസ്ഥയുണ്ട്. പ്രത്യേകിച്ച് 108 ആംബുലൻസ്. ഞാൻ തന്നെ മിക്കപ്പോഴും ഞങ്ങളൊക്കെ പൊതുപ്രവർത്തകർ റോഡിലാണ് ഏറ്റവും അധികം സമയം ചിലവഴിക്കുന്നത് നാട്ടുകാരുടെ പ്രശ്നങ്ങൾ, ജനങ്ങളുടെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഇത് നിരവധി തവണ നമ്മൾ ഈ ആക്സിഡൻറ്റ് സംഭവിക്കുമ്പോഴൊക്കെ നമ്മൾ 108 ആംബുലൻസ് വിളിക്കും. ഇവിടെ ടെക്നോ പാർക്കിലാണ് 108 ആംബുലൻസ് പാർക്ക് ചെയ്തിരിക്കുന്നത്. നമ്മുടെ ആക്കുളം ഉള്ളൂർ റോഡിൽ എല്ലാ ദിവസവും ഒരു അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ നിന്ന് ഒരു 108 ആംബുലൻസ് വിളിച്ചാൽ 1 മണിക്കൂർ സമയം എടുത്താൽ പോലും അത് വരില്ല. പൂർണ്ണമായും ഈ 108 ആംബുലൻസ് എന്ന് പറയുന്ന സംവിധാനം ഇവിടെ ഇല്ലാതായി. 1-2 വാഹനങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഒരു തവണ വിളിച്ചാലോ 10 തവണ വിളിച്ചാലോ വാഹനം ദാ വരുന്നു എന്ന് പറയുന്നതല്ലാതെ ആ വാഹനം ഒരിക്കലും വരത്തില്ല. ആ ഒരു സിസ്റ്റമാണ് ഇപ്പം എല്ലാ മേഖലയിലും ആരോഗ്യരംഗത്ത് എല്ലാ സൗജന്യ സേവനങ്ങളും പൂർണ്ണമായും നിലച്ചു എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. 2, ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഇത്തരം ഒരു ശോചനീയമായ ഒരു അവസ്ഥയിൽ നിന്നിട്ട് പോലും അവരെ ആശുപത്രിയിൽ കൊണ്ടെത്തിച്ചില്ല എന്ന് പറയുന്നത് ഏറ്റവും അവരുടെ ഒരു കടമ നിർവഹിച്ചില്ല എന്നുള്ളത് കൂടി അതിനകത്ത് കാണണം. മൂന്നാമതൊരു കാര്യം, മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഈ 60 വർഷം പൂർത്തിയായ ഒരു ആശുപത്രിയാണ്. ആ ആശുപത്രിയിൽ 60 വർഷം മുമ്പ് രാജഭരണക്കാലത്ത് ഉണ്ടായിരുന്ന സൗകര്യങ്ങളിൽ നിന്ന് എത്ര അധികം സൗകര്യങ്ങൾ ഇപ്പോൾ നിലവിലുണ്ട് എന്ന്. തീർച്ചയായും ശ്രീകുമാർ, അത്തരം വലിയ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്കിൽ തന്നെയും ഈ പറയുന്ന സർക്കാർ സംവിധാനങ്ങളെ അമിതമായി ആശ്രയിക്കുക, ഞങ്ങളല്ല ഇത് ചെയ്യാൻ മറ്റാരോ ഉണ്ട്, ആംബുലൻസ് വന്ന് കൊണ്ടുപോയിക്കൊള്ളും എന്ന മനോനിലയിലേക്ക് ആളുകൾ എത്തുക, അതിൽ ഈ പറയുന്ന എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പൊതുപ്രവർത്തകരായി ചെറുപ്പക്കാരും മുതിർന്നവരുമായിട്ടുള്ള ഒരുപാട് ആളുകളുള്ള ഒരു നഗരമധ്യത്തിൽ ഞങ്ങൾക്ക് സംവിധാനങ്ങളില്ല, ഞങ്ങളുടെ ആശുപത്രി സംവിധാനങ്ങൾ വളരെ പഴക്കം ചെന്താണ് എന്ന നിസ്സംഗ മനോഭാവം എടുത്ത് സ്വീകരിക്കുന്ന നമ്മൾ കൂടെയല്ലേ കുഴപ്പക്കാർ? ഈ പറയുന്ന സംഭവം ഉണ്ടായിട്ട് ഞങ്ങളിത് ആംബുലൻസ് വരാൻ വേണ്ടി കാത്തു നിൽക്കുകയായിരുന്നു എന്ന് പറയുന്ന മനോനിലയിലേക്ക് നിറയെ രാഷ്ട്രീയ സാമൂഹ്യ പ്രവർത്തകരൊക്കെയുള്ള ഈ നാട് അധപ്പതിച്ചു പോകുന്നതിൽ ഈ പറയുന്ന സംവിധാനങ്ങൾക്ക് മാത്രമല്ലോ കുഴപ്പമുണ്ടാവുക, നമുക്ക് കൂടെയില്ലേ? തീർച്ചയായും നമുക്ക് ഓരോ വ്യക്തിക്കും സമൂഹത്തിൽ നടക്കുന്ന ഒരു സംഭവത്തിനെ കണ്ടു കഴിഞ്ഞാൽ പ്രതികരിക്കേണ്ട ധാർമ്മിക ഉത്തരവാദിത്വമുണ്ട്. അത് സാധാരണ നിലയ്ക്ക് നമ്മുടെ നാട്ടിൽ പൊതുപ്രവർത്തകർ, രാഷ്ട്രീയക്കാർ ചെയ്യും. അതുപോലെയുള്ള ചുമട്ട് തൊഴിലാളി, ചില ഓട്ടോറിക്ഷ തൊഴിലാളി, ഇവരൊക്കെയാണ് ഇത്തരം ആപത്ത് വരുമ്പോൾ പെട്ടെന്ന് വന്ന് ഒരാളിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്ന സാഹചര്യങ്ങൾ എല്ലായ്പ്പോഴും ചെയ്യുന്നത്. അതിന് മുകളിലോട്ടുള്ള ഒരാളും ഇത് ചെയ്യാറില്ല. അപ്പോൾ ഈ നിർഭാഗ്യവശാൽ ഈ സ്ഥലത്ത് ആരും തന്നെ അതിൽ 1 മണിക്കൂറോളം ഇടപെട്ടില്ല എന്നുള്ളത് നിർഭാഗ്യകരമാണ്. ഞാൻ തിരിച്ചു വരാം താങ്കളിലേക്ക്. ശ്രീ സുനീത്, സംവിധാനങ്ങൾ വരട്ടെ എന്നിട്ട് മാത്രം നമുക്ക് ഇടപെട്ട് കളയാം എന്ന ഒരു മനോനിലയിലേക്ക് മലയാളി മാറുന്നുണ്ടോ? അല്ലെങ്കിൽ മുൻകാലങ്ങളിലും അങ്ങനെ തന്നെ ആയിരുന്നു? അല്ലെങ്കിൽ ഈ പറയുന്ന സൗജന്യമായ സംവിധാനങ്ങളൊന്നും ഇല്ലെങ്കിൽ തന്നെയും എൻ്റെ മുന്നിലൊരു മനുഷ്യ ജീവൻ കിടന്ന് പെടുകയാണ്, എത്രയും പെട്ടെന്ന് ആശുപത്രിയിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്ന നിലയിലേക്ക് താങ്കളത് ചെയ്തു, താങ്കൾ കണ്ടപ്പോൾ താങ്കളത് ചെയ്തു, ചെയ്യാവുന്നതെല്ലാം ചെയ്തു. അങ്ങനെ ഒരു മനോനിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നത് എങ്ങനെയാണ്? ഇന്നലെ ബംഗളൂരുവിൽ നിന്ന് വന്ന വാർത്തയിൽ ഒരു പെൺകുട്ടി പീഡിപ്പിക്കപ്പെടുന്നതിന് തൊട്ടടുത്ത് ഒരുപാട് ആളുകൾ വട്ടം കൂടി നിൽക്കുന്നുണ്ട്, പക്ഷേ ആരും ഇടപെടുന്നില്ല. ആ അവസ്ഥയിലേക്കൊക്കെ മഹാനഗരങ്ങളിലുണ്ട് എന്നൊക്കെ ആളുകൾ പറയുന്ന തരത്തിലുള്ള അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ എത്തുന്നത് എങ്ങനെയാണ്? ആരുടെ ഭാഗത്താണ് യഥാർത്ഥത്തിലുള്ള വീഴ്ച? സംവിധാനങ്ങളെ കുറ്റം പറഞ്ഞ് നമുക്ക് ഒഴിഞ്ഞു മാറാനാകുമോ? ഈ സർക്കാർ സംവിധാനങ്ങളെ പൂർണ്ണമായി ഞാൻ അടച്ചാക്ഷേപിക്കുകയല്ല. അവരിൽ നല്ല ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടാകാം. പക്ഷേ ഇങ്ങനൊരു ക്രൂഷ്യൽ അല്ലെങ്കിൽ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷനിൽ വരുമ്പം ആൾക്കാർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയില്ല. അത് എന്തുകൊണ്ടാണ് അവരങ്ങനെ പെരുമാറുന്നതെന്ന് എനിക്കറിയില്ല. കാരണം ഈ 1 മണിക്കൂറിനുള്ളിൽ ഞങ്ങൾ കൈ കാണിക്കാത്ത വണ്ടികളില്ല. അതിൽ ഈ പറയുന്ന ആൾ വീണ് കിടന്ന സ്ഥലം എന്ന് പറയുന്നത് നഗരത്തിലെ തന്നെ അത്യാവശ്യം VIP-കളും അതുപോലെ തന്നെ പോഷായിട്ടുള്ള ആൾക്കാരും താമസിക്കുന്ന ഒരു സ്ഥലമാണ്. ഒരുപാട് വാഹനങ്ങൾ അതിൽ പോയി, ആഡംബര വാഹനങ്ങളും ചെറുവാഹനങ്ങളും അടക്കം ഇഷ്ടംപോലെ വാഹനങ്ങൾ അതിൽ പോയി. എല്ലാ വാഹനങ്ങൾക്കും ഞങ്ങൾ കൈ കാണിക്കുന്നുണ്ട്. പക്ഷെ ആരും നിർത്തുന്നില്ല, എല്ലാവരും വന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയിട്ട് പോവുക. എന്തുകൊണ്ടാണ് ഈ നഗരം മാത്രം ഇങ്ങനെ ഈ രീതിയിൽ ബിഹേവ് ചെയ്യുന്നതെന്നാണ് ഞങ്ങൾക്ക് സംശയം.
ഈ ആംബുലൻസ് വിളിക്കാൻ ഒരു ട്രാഫിക് പോലീസ് അവിടെ ഉണ്ട്, ട്രാഫിക് പോലീസുകാരൻ വിളിക്കുന്നുണ്ട്, 100, 108 മാറി മാറി പുള്ളി വിളിക്കുന്നുണ്ട്. അവിടെ എല്ലാം വിളിക്കുമ്പോഴും ആംബുലൻസ് സൗകര്യമില്ല. ഈ തിരുവനന്തപുരം നഗരത്തിൽ ഇത് ആദ്യമായിട്ടുള്ള സംഭവം അല്ല ഇത്. ഇതിനു മുമ്പ് ഒരു 2 വർഷം മുമ്പാണെന്ന് തോന്നുന്നു എനിക്ക് തമ്പാനൂർ ഒരു ആള് ആക്സിഡന്റിൽ പെട്ട് ഇതുപോലെ കുറേ മണിക്കൂറുകൾ കിടന്നു, അദ്ദേഹം അവിടെ വെച്ച് മരിക്കുകയുണ്ടായി. അന്ന് ഇത് വലിയ കോലാഹലമായി, അതിന് നടപടികൾ സ്വീകരിക്കും, അതാണ് ഇതാണെന്നെല്ലാം പറയുന്നത്. പക്ഷേ വീണ്ടും അതുപോലെ സമാനമായൊരു സംഭവം ഇപ്പോൾ ആവർത്തിച്ചിരിക്കുകയാണ്. ശ്രീ സുനീത്, ഇദ്ദേഹത്തിൻ്റെ വീട്ടുകാരൊക്കെ എത്തിച്ചേർന്നോ? എവിടേക്ക് പോവുകയായിരുന്നു അദ്ദേഹം? അത്തരം വിവരങ്ങൾ താങ്കൾക്ക് ലഭിച്ചിട്ടുണ്ടോ? ഇയാളുടെ മൊബൈൽ നമ്പറാണ് ആദ്യം നമുക്ക് കിട്ടിയത്. മൊബൈൽ നമ്പർ വിളിച്ചപ്പോൾ ഇയാളുടെ വൈഫാണ് എടുത്തത്, ഈ മരിച്ച ആളുടെ വൈഫാണ് എടുത്തത്. അപ്പം അവരോട് എനിക്ക് കാര്യം പറയേണ്ടത്, ഇങ്ങനെ ഈ രീതിയിൽ നമ്മൾ ആശുപത്രിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്, നിങ്ങൾ എത്രയും പെട്ടെന്ന് എത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ എനിക്ക് തോന്നുന്നു അവരാകെ മെന്റലി ഇതായി. പിന്നെ അത് കഴിഞ്ഞിട്ട് വീണ്ടും രണ്ടാമതൊരാളെന്നെ വിളിച്ചു, അദ്ദേഹത്തിന്റെ അളിയനായിരുന്നു. അപ്പോൾ പിന്നീട് പുള്ളിയായിട്ടാണ് ഞാൻ ബന്ധപ്പെട്ടത്. പുള്ളി ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 5 മണി 5:30 കൂടിയാണ് ആശുപത്രിയിൽ എത്തിച്ചത്. അവർ ആശുപത്രിയിൽ എത്തിയത്. അപ്പോഴേക്കും ആൾ മരിച്ചിരുന്നു. ഇതിന്റെ ഇടയ്ക്കെല്ലാം നമ്മൾ അവരെ ബന്ധപ്പെട്ട് പറയുന്നുണ്ട്, എത്രയും പെട്ടെന്ന് നിങ്ങൾ എത്തുക എന്ന് പറയുന്നുണ്ട്. പക്ഷെ അവർക്ക് എന്തുകൊണ്ടോ ആ സമയത്ത് എത്താൻ പറ്റിയില്ല. പക്ഷെ അവർ വളരെ വൈകിയാണ് വന്നത്. പക്ഷെ അപ്പോഴത്തേനും ഈ ആൾ മരിച്ചിട്ടുണ്ടായിരുന്നു. വളരെ വളരെ നന്ദി ശ്രീ സുനിത് സുകുമാരൻ ഞങ്ങളോട് സംസാരിച്ചതിനൊപ്പം അദ്ദേഹത്തെ സഹായിക്കാൻ മുതിർന്നതിനും. വളരെ നന്ദി ശ്രീ GS ശ്രീകുമാർ ഞങ്ങളോട് സംസാരിച്ചതിന്. ശ്രീമതി സുഗതകുമാരി ടീച്ചർക്കും നന്ദി. അങ്ങേയറ്റം നമ്മുടെ നിസ്സംഗതയുടെ ഇരയാണ്, രക്തസാക്ഷിയാണ്. ഇന്ന് തിരുവനന്തപുരത്ത് 1 മണിക്കൂറിലേറെ കുഴഞ്ഞു വീണതിന് ശേഷം പിടഞ്ഞ് ആരും സഹായിക്കാനില്ലാതെ മരിച്ച ആ ആൾ. വളരെ നന്ദി ഞങ്ങളോടൊപ്പം വിശദാംശങ്ങൾ നൽകാൻ എത്തിയതിന്. പ്രൈം ഡിബേറ്റ് പൂർണ്ണമാവുകയാണ്.